الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والبلدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പവിത്രമായ മുഹറം മാസത്തിൻ്റെ ചരിത്ര വിവരണങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ഏകാധിപതിയായ ഫിർഔനെ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. ആ ചരിത്രം മാത്രമല്ല, അതിൽ നിന്നുള്ള സമകാലിക പാഠങ്ങളും അതിൽ നിന്ന് നിലവിലുള്ള ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനുള്ള ദൗത്യവുമെല്ലാം, കാലികമായ ദൗത്യവുമെല്ലാം നാം വ്യക്തമാക്കുകയുണ്ടായി. മുഹറവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായ രക്തസാക്ഷിത്വം നടന്ന മാസം കൂടിയാണ് മുഹറം മാസം. കർബല എന്നാണ് ചരിത്രത്തിൽ ആ സംഭവം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരണം അറിയപ്പെടുന്നത്. മിക്കവാറും എല്ലാ മുഹറം മാസങ്ങളിലും ഒരു ഖുതുബ നമ്മൾ കർബലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്താറുണ്ട്. ഇന്ന് കർബലയുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാണ് ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കേവലം ചരിത്രം പറയുക മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നുള്ള പ്രചോദനങ്ങളും ആ ചരിത്ര വിവരണങ്ങളിൽ നിന്നുള്ള സമകാലികമായ പാഠങ്ങളും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലെയുടെ വർത്തമാനമാണ്. ഇന്നലെ എങ്ങനെയാണോ സമൂഹം ജീവിച്ചത്, ആ ജീവിതം ഇന്നത്തെ സമൂഹത്തിനുമുള്ള ഒരു ചൂണ്ട് പലകയാണ്.
ചരിത്രത്തിലൂടെയല്ലാതെ വർത്തമാനം നിലനിൽക്കുകയില്ല. ചരിത്രത്തിലൂടെയല്ലാതെ ഭാവി രൂപപ്പെടുകയുമില്ല. അതാണ് ചരിത്ര പഠനത്തിന്റെ അനിവാര്യത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരർത്ഥത്തിലാണ് നമ്മൾ കർബലയെ സംബന്ധിച്ച് പറയുന്നത്. ഹിജറാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അതിമഹത്തായ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സമൂഹം മദീനയിൽ രൂപപ്പെട്ടു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംസ്കൃതി മദീനയിൽ രൂപപ്പെട്ടു എന്ന് പറയാം. ജനാധിപത്യത്തിലും കൂടിയാലോചനയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക സംവിധാനമായിരുന്നു ഹിജറാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ രൂപപ്പെട്ടതും ദീർഘകാലം നിലനിന്നതുമായിട്ടുള്ള ആ സംവിധാനം, അതല്ലെങ്കിൽ വ്യവസ്ഥിതി. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വിയർപ്പും രക്തവും നൽകി സംരക്ഷിച്ച ഖിലാഫത്തിന് പതിറ്റാണ്ടുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം കപടന്മാരുടെയും ജൂതന്മാരുടെയും നിരന്തരമായ ഗൂഢാലോചനയുടെ ഫലമായി ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതി രാജവാഴ്ചയിലേക്ക് വഴിമാറിപ്പോയി. ചരിത്രം നമുക്കറിയാവുന്നതാണ്. അന അവ്വലു മലിക്കിൻ ഫിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലെ ആദ്യത്തെ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിക ഘടനയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരിക്കായിരുന്നു രാജവാഴ്ചയെന്ന് പറയാവുന്നതാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അധികാരത്തിലേക്ക് വന്നവർ സ്വന്തം പിതാക്കളിൽ നിന്ന് അനന്തര സ്വത്തെന്ന പോലെ അധികാരം ഉടമപ്പെടുത്തുന്ന അവസ്ഥയും സാഹചര്യവുമാണ് ഉണ്ടായത്. അമീർ മുആവിയക്ക് ശേഷം അനന്തരഗാമിയായി മുസ്ലിം നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് വളർന്നു വന്ന ഏതെങ്കിലും ഒരു സ്വഹാബിയായിരുന്നില്ല. പിതാക്കളിൽ നിന്ന് സ്വത്തെന്ന പോലെ അനന്തരമെടുക്കുകയായിരുന്നു. സ്വാഭാവികമായും അമീർ മുആവിയക്ക് ശേഷം അനന്തരഗാമിയായി മുസ്ലിം നേതൃത്വത്തിലേക്ക് കടന്നു വന്നത് യസീദായിരുന്നു. ആ യസീദിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ലതുപോലെ പഠിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി വളർന്ന മഹാന്മാരായ സാത്വികന്മാരായ മതഭക്തന്മാരായ മുത്തഖീങ്ങളായ ആ സ്വഹാബിമാർക്ക് ഒരിക്കലും ദഹിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു യസീദ് ബിൻ മുആവിയ. മുആവിയയുടെ പുത്രൻ യസീദ് ഒരു ജാഹിലിയ അറബി യുവാവിൽ പ്രകടമാവുന്ന എല്ലാ തിന്മകളും എല്ലാ കൊള്ളരുതായ്മകളും അദ്ദേഹത്തിൽ വളരെ കൃത്യമായും പ്രകടമായും ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ യസീദിനെ ബൈഅത്ത് ചെയ്യാൻ പ്രമുഖരായ പല സ്വഹാബിമാരും മുന്നോട്ട് വന്നില്ല. ഖിലാഫത്തുർ റാഷിദയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ തഖ്വയും ഇൽമുമുള്ള ആളുകളാണ് ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബിമാരെല്ലാം മുന്നോട്ട് വെച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ യസീദിനെ ബൈഅത്ത് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പുത്രനാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് അബ്ദുല്ലാ. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ പുത്രനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹും. ഇവരൊന്നും യസീദിനെ ബൈഅത്ത് ചെയ്യാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. മറ്റു സ്വഹാബിമാർ ബൈഅത്ത് ചെയ്യാത്തത് യസീദിനോ മുആവിയക്കോ ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ, ഇസ്ലാമിക ലോകത്തിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള സ്വഹാബി, ബൈഅത്ത് ചെയ്യാതെ പോയപ്പോ അത് വല്ലാത്ത പ്രശ്നമായി, വല്ലാത്ത പ്രകോപനമായിട്ട് അവശേഷിച്ചു എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനെ നേരിടുക തന്നെ വേണം. ഹുസൈൻ ബൈഅത്ത് ചെയ്തേ പറ്റൂ എന്നിടത്തായി
യസീദ് ഇബ്നു മുആവിയയും അദ്ദേഹത്തിന്റെ ആളുകളും. അതിനിടയിലാണ് ഇറാഖിൽ നിന്ന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ നിരന്തരമായി ലഭിക്കുന്നത്. എന്താണ് ഇറാഖിൽ നിന്ന് വരുന്ന കത്ത്? ഇതാ കൂഫയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ വരവേൽക്കാൻ പോവുകയാണ്, കൂഫയിലേക്ക് അങ്ങ് വരണം, യസീദിന്റെ ഏകാധിപത്യത്തെ, സ്വേച്ഛാധിപത്യത്തെ പൊളിച്ചെഴുതണം, കൂഫയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ലോകത്തിന് ഒരു നായകത്വം രൂപപ്പെടേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പുറപ്പെട്ടു. കൂഫക്കാരെ വിളിച്ചപ്പോ ആ വിളി കേൾക്കാതിരിക്കാൻ, വിസമ്മതം മൂളാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകിച്ച് ന്യായമൊന്നും കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു. 1800ഓളം വരുന്ന കൂഫക്കാർ താങ്കൾ ഖലീഫയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു വന്നിരുന്ന കത്തിന്റെ ഉള്ളടക്കം. 1800ഓളം വരുന്ന കൂഫക്കാർ അങ്ങയെ വരവേൽക്കാൻ വേണ്ടി, അങ്ങയെ സ്വീകരിക്കാൻ വേണ്ടി, അങ്ങയെ നായകനാക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ധൈര്യസമേതം അങ്ങ് കൂഫയിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. അൽ കൂഫിയു ലാ യൂഫി എന്നാണ് പഴമൊഴി. കൂഫക്കാർ അവർ വാഗ്ദാനം പാലിക്കാത്തവരാണ്. പ്രമുഖരായ മുതിർന്ന പല സ്വഹാബിമാരും പറഞ്ഞു, ഹുസൈൻ പുറപ്പെടണ്ട, ഹുസൈൻ ഇറങ്ങി പുറപ്പെടണ്ട, കാരണം കൂഫക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അൽ കൂഫിയു ലാ യൂഫി എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ തീരുമാനമെന്ന് പറയട്ടെ, അത് ഉൾക്കൊള്ളാൻ അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് തോന്നിയില്ല. ഹുസൈൻ റളിയല്ലാഹുവിനു ഇപ്പറഞ്ഞവരെ കേൾക്കാൻ സന്നദ്ധനായില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്, അധർമ്മിയായ യസീദിനെതിരെ പോരാടണം, യസീദിന്റെ ഏകാധിപത്യത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താനുള്ള സുവർണാവസരമാണ് ലഭിച്ചിട്ടുള്ളത്. കൂഫയിൽ അവരിതാ നായകത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കൂഫയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ലോകത്തിന്റെ വിമോചകനായി ഇസ്ലാമിക ലോകത്തേക്ക് ഖിലാഫത്ത് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന ഒരു ലക്ഷ്യമായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അധികാരമോഹമല്ല, മറിച്ച് ഖിലാഫത്ത് അതിന്റെ തനതായ രൂപത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം. യസീദിന്റെ തേർവാഴ്ചയിൽ നിന്നും, യസീദിന്റെ സുഖലോലുപതയിൽ നിന്നും, യസീദിന്റെ അഴിമതി ഭരണത്തിൽ നിന്നും, യസീദിന്റെ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും മുസ്ലിം ലോകത്തെ മോചിപ്പിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 75-ാമത്തെ വചനം അതാണ് ന്യായം. തീർച്ചയായിട്ടും ദുർബലരായ ജനസമൂഹത്തിന് വേണ്ടി പോരാടാതിരിക്കാൻ എന്ത് ന്യായമുണ്ടെന്നാ ഖുർആൻ ചോദിക്കുന്നത്. പിന്നീട് എങ്ങനെ പുറപ്പെടാതിരിക്കും? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ 75-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها. ദുർബലരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി, പടച്ചവനെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ വിമോചിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർബലരായ സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പോരാടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു മിത്രത്തെ, നിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സഹായിയെ നിശ്ചയിച്ചു തരണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദുർബല ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളതെന്നാണ് ഖുർആൻ ചോദിക്കുന്നതെങ്കിൽ, ഇറാഖിലേക്ക് പുറപ്പെടാതിരിക്കാൻ തനിക്ക് ന്യായമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പുറപ്പെടുകയായിരുന്നു. കൂഫയിലേക്കുള്ള യാത്രാമധ്യേ ഫറസ്ദഖ് എന്ന പേരുള്ള വലിയ കവിയാണ്, അമവി കാലഘട്ടത്തിലെ വലിയ കവിയാണ് ഫറസ്ദഖ്. ഫറസ്ദഖ് എന്ന പേരുള്ള ഈ കവിയെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. എന്താണ് കൂഫയിലെ അവസ്ഥ? അവര് നമ്മളെ സ്വീകരിക്കുമോ? അവര് നമ്മളെ ഉൾക്കൊള്ളുമോ? അവര് വാക്ക് പാലിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഫറസ്ദഖിനോട്. അപ്പോഴാണ് ഫറസ്ദഖ് ഒരു കാര്യം പറഞ്ഞത്, ഖുലൂബുന്നാസി മഅക വസുയൂഫുഹും മഅ ബനി ഉമയ്യ വന്നാസു അബ്ദുൽ മാലി വന്നസ്റു മിൻ ഇൻദില്ലാഹ്. ഖുലൂബുന്നാസി മഅക, ജനങ്ങളുടെ ഹൃദയം താങ്കളുടെ കൂടെയാണ്. പക്ഷേ വസുയൂഫുഹും മഅ ബനി ഉമയ്യ, അവരുടെ ഖഡ്ഗങ്ങൾ, അവരുടെ വാളുകൾ അമവികളുടെ കൂടെയാണ്. വന്നാസു അബ്ദുൽ മാലി വന്നസ്റു മിൻ ഇൻദില്ലാഹ്,
ജനങ്ങൾ സമ്പത്തിന്റെ അടിമകളാണ്, പക്ഷേ സഹായം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. കാരണം ന്യായവും സത്യവും ധർമ്മവുമുള്ളത് അങ്ങയുടെ ഭാഗത്താണ്. അതുകൊണ്ട് റബ്ബ് താങ്കളെ സഹായിക്കുമെന്ന് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷേ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയൊന്നും അർപ്പിക്കണ്ട. കാരണം ജനങ്ങളുടെ ഹൃദയം, അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണെങ്കിലും അവരുടെ വാളുകൾ അമവികളുടെ കൂടെയാണ്. മനുഷ്യർ അവരവസാനം സമ്പത്തിന്റെ അടിമകളായി, അധികാരത്തിന്റെ ആശ്രിതരായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥാവിശേഷം എവിടെയും സംഭവിക്കാനിടയുണ്ട് എന്നാണ് പരസ്ദക്ക് പറഞ്ഞത്. എന്നാലും പിന്മാറിയില്ല. യസീദിന്റെ ഗവർണർ ഇബ്നു സിയാദിന്റെ അധികാര ഗർവിനെ പേടിച്ച ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന യസീദിന്റെ മറ്റൊരു സേനാനായകനുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സായുധ ശൈലിയെ ഭയപ്പെട്ട ജനത, ഇബ്നു സിയാദിന്റെയും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെയും സായുധ ശൈലിയെ, പ്രകോപന ശൈലിയെ, ആക്രമണ ശൈലിയെ ഭയപ്പെട്ട ജനത അമവികളുടെ കൂടെ കൂടുകയായിരുന്നു, അതല്ലെങ്കിൽ യസീദിന്റെ കൂടെ കൂടുകയായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കൂഫ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന പ്രദേശത്ത് എത്തുമ്പോ ഇബ്നു സിയാദ് നിയോഗിച്ച ഹുർർ ഇബ്നു യസീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. യസീദിന്റെ സൈനികനായ ഇബ്നു സിയാദ്, സേനാനായകനായ ഇബ്നു സിയാദ് അയച്ച ഹുർർ ഇബ്നു യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമവി സൈന്യത്തിന്റെ പോരാട്ടം താങ്കളെ മരണത്തിലേക്ക് നയിക്കും, അതുകൊണ്ട് താങ്കൾ പിന്മാറണം. താങ്കൾ മരണപ്പെടും. അമവി സൈന്യം താങ്കളെ ഇല്ലാതാക്കി കളയും, അതുകൊണ്ട് താങ്കൾ പിന്മാറണം. പക്ഷേ അവിടെ വെച്ച് പിന്മാറാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സന്നദ്ധനായില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹുർർ ഇബ്നു യസീദിന്റെ മുമ്പിൽ 2 വരികൾ പാടുകയാണ്. അദ്ദേഹത്തിന്റെ ധീരത വ്യക്തമാക്കുന്ന 2 വരികൾ. സഅംലി വമാ ബിൽ മൗതി ആറുൻ അലൽ ഫതാ ഇദാ മാനവ ഹഖൻ വജാഹദ മുസ്ലിമാ വആസർ റിജാലു സ്വാലിഹീന ബിനഫ്സിഹി വഫാറഖ ഖൗഫൻ യഈശ വയർഗമാ. സഅംലി, ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വമാ ബിൽ മൗതി ആറുൻ അലൽ ഫതാ, മരണം ഒരു യുവാവിന് അപമാനമല്ല. മരണം അപമാനമല്ല. അനീതിയുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല. അധർമ്മത്തിന്റെയും അസത്യത്തിന്റെയും വാഹകർക്ക് മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മരണം അപമാനമല്ല. സത്യത്തെ വിജയിപ്പിക്കാൻ, മുസ്ലിമായി മരിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ മരണം ഒരു പ്രശ്നമേ അല്ല. സജ്ജനങ്ങളായ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചിട്ടുണ്ട്. ഭയപ്പെട്ടുകൊണ്ട്, ജീവിതത്തോടുള്ള കൊതി കൊണ്ട് പിന്മാറുന്ന പ്രശ്നമില്ല. ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് ആ പോരാട്ടം നടന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എണ്ണം കൊണ്ട് ഒരിക്കലും മാച്ചുള്ള ഒരു പോരാട്ടമായിരുന്നില്ല കർബല. 72 ആളുകൾ മാത്രമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. സൈനികർ എന്നവരെ കുറിച്ച് പറയുക സാധ്യമല്ല. കാരണം അവർ ആയുധമെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ വന്ന ആളുകളായിരുന്നില്ല. യുദ്ധക്കോപ്പുകളൊന്നും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. കാഴ്ചവെക്കാൻ നല്ലൊരു ഭരണം, ഒരു ജനാധിപത്യ ഭരണം, നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ കൂഫക്കാരെ സഹായിക്കുമെന്ന് പ്രതീക്ഷയർപ്പിച്ച് പുറപ്പെട്ട സാത്വികരായിട്ടുള്ള ഒരു സംഘമായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. കൂഫക്കാരെ സഹായിക്കുമെന്ന് പ്രതീക്ഷയർപ്പിച്ച് പുറപ്പെട്ട സാത്വികരായിട്ടുള്ള ഒരു സംഘം. അവരുടെ അടുക്കൽ യാതൊരു യുദ്ധക്കോപ്പുകളുമില്ലെന്ന് മാത്രമല്ല, അവരുടെ അടുക്കൽ യാതൊരു സൗകര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിലെ ഓരോരുത്തരെയും നിഷ്പ്രയാസം കൊലപ്പെടുത്തുവാൻ അമവി സൈന്യത്തിന് സാധ്യമായി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം അവശേഷിച്ചു. പ്രവാചക പൗത്രനെ നേരിടാൻ കഴിയാതെ ഓരോരുത്തരും മാറിപ്പോവുകയാണ്. എല്ലാരെയും കൊന്നു. ഹുസൈന്റെ കൂടെയുള്ള എല്ലാവരെയും വധിച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം അവശേഷിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആരെ ഇല്ലാതാക്കണം, ആരെ കൊല്ലണം എന്നവർക്ക് കൊല്ലാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ പൗത്രനാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണല്ലോ. ഈ ഘട്ടത്തിൽ അവര്
ആടിന്റെ ചുറ്റും കൂടിയതല്ലെങ്കിൽ ആട്ടിൻകുട്ടിയുടെ ചുറ്റും കൂടിയ ചെന്നായ്ക്കളെ പോലെ വല്ലാത്തൊരവസ്ഥയിൽ ആരാണ് ഹുസൈൻ ആക്രമിക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനിൽ എത്തിപ്പെടുകയാണ്. ഈ ഘട്ടത്തിലാണ് സേനാനായകൻ ഇബ്നു സിയാദിന്റെ ആക്രോശം ഉണ്ടായത്. എന്താ നിങ്ങൾ ഇങ്ങനെ ഹുസൈനെ വധിക്കാതെ നിൽക്കുന്നത്? ആരെയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നുള്ള ഒരു ആക്രോശം ഇബ്നു സിയാദിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഈ ഘട്ടത്തിലാണ് ശമ്മർ ഇബ്നു ദിൽജൗഷൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുന്തമെറിയുന്നത്. ഉടനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിലത്ത് വീണു. വെളിയാളമുണ്ടായി. ഹുസൈൻ വീണിരിക്കുന്നു, അവന്റെ തലയറുത്തു മാറ്റുക. രക്തദാഹിയായ ഇബ്നു സിയാദ് തന്റെ വടിയെടുത്തുകൊണ്ട് പ്രവാചക പൗത്രന്റെ ചുണ്ടിൽ കുത്തുന്നുണ്ട്. പ്രവാചക പൗത്രന്റെ തലയറുത്ത് മാറ്റിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിൽ ഇബ്നു സിയാദ് കുത്തുന്നുണ്ട്. ഇത് കണ്ട് സഹിക്കവയ്യാതെ വയോവൃദ്ധനായ സ്വഹാബി വര്യം സെയ്ദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു അട്ടഹസിച്ചുകൊണ്ട് പറയാണ്, ഇർഫഅ ഖലീബ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബൈന ഹാതൈനി ശഫതൈൻ. സെയ്ദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു ഇബ്നു സിയാദിനോട് പറയാണ്, ഇർഫഅ ഖലീബതക, നീ നിന്റെ വടി എടുത്തു മാറ്റു മനുഷ്യ, നീ ഉയർത്തു മനുഷ്യ, ചെയ്യരുത്, ചെയ്തേക്കരുത്. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു ബൈന ഹാതൈനി ശഫതൈൻ. ആ രണ്ട് ചുണ്ടുകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബനം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ ചുംബനം നൽകിയ ചുണ്ടിലാണ് നീ കുത്തുന്നത്. നീ നിന്റെ ദണ്ഡെടുത്തു മാറ്റുക. പക്ഷേ അവിടെയും ഇബ്നു സിയാദിന്റെ ദേഷ്യം തീരുന്നില്ല. സെയ്ദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹം ദേഷ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലൗലാ അന്നക ശൈഖുൻ ഖദ് ഖരിഖത് ലളറബതു അൻകക. നീ ഒരു പടുവൃദ്ധനായിരുന്നില്ല എങ്കിൽ, നീ ഒരു കിഴവനായിരുന്നില്ല എങ്കിൽ ഞാൻ നിന്നെയും ഇല്ലാതാക്കിയേനെ. ഇവിടെ വെച്ച് സങ്കടത്തോടുകൂടി സ്വഹാബി വര്യൻ സെയ്ദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയ്യുഹന്നാസ് അൻതുമുൽ അബീദു യൗമൽ യൗം ഖതൽതും ഇബ്ന മർജാന വ അമർതും ഇബ്ന ഫാത്തിമ ഫബുഇദൻ ലിമൻ റളിയ ബിദ്ദുല്ലി വൽ ആർ. മനുഷ്യരെ, അൻതുമുൽ അബീദു ബഅദൽ യൗം, ഇന്നേക്ക് ശേഷം നിങ്ങൾ അടിമകളാണ്. ഖതൽതും ഇബ്ന മർജാന, നിങ്ങൾ മർജാനയുടെ പുത്രനെ, നിങ്ങൾ ഖതൽതും ഇബ്ന ഫാത്തിമ, നിങ്ങൾ ഫാത്തിമയുടെ പുത്രനെ വധിച്ചിരിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ വധിച്ചിരിക്കുന്നു. വ അമർതും ഇബ്ന മർജാന, മർജാനയുടെ പുത്രൻ യസീദിനെ നിങ്ങൾ അധികാരമേൽപ്പിച്ചിരിക്കുന്നു. അധികാരമേൽക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത മർജാനയുടെ പുത്രൻ യസീദിന് അധികാരമേൽപ്പിക്കുകയും എന്നാൽ എല്ലാ അധികാരങ്ങൾക്കും അർഹനായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ പുത്രനെ നിങ്ങൾ വധിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു. അറബികളെ ശപിച്ചുകൊണ്ട് പറഞ്ഞൊരു വർത്തമാനമല്ല, സഹിക്കവയ്യാതെ അദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെയൊന്നും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ആധുനികരായ പലരും അങ്ങനെ പടാപ്പാടുപെടുന്നുണ്ട്. അങ്ങനെയൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ കൃത്രിമമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. ഒന്നും കൃത്രിമമല്ല, അതൊക്കെ സംഭവിച്ചത് തന്നെയാണ്. ആധികാരികമായ ചരിത്ര സ്രോതസ്സുകളിൽ ഉള്ളതാണ്. ചരിത്രം എവിടെ നിന്നാണോ മനുഷ്യൻ പഠിക്കുന്നത്, ആ ചരിത്ര സ്രോതസ്സുകളിലെല്ലാം ആധികാരികമായിട്ട് രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു സംഗതിയുണ്ട്. ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കാത്തത്, അതൊന്നും നടന്നിട്ടില്ലായിരുന്നുവെങ്കിലും നമ്മൾ കൊതിക്കുന്നത് പലതും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും വർത്തമാനത്തിലും അതുണ്ടാവും, ഭാവിയിലും അതുണ്ടായേക്കും. അതിനാണ് ചരിത്രം പറയുന്നത്. ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരിടമല്ല, നമ്മൾ ഇഷ്ടപ്പെടാത്തതും സംഭവിക്കും. അതാണല്ലോ പലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ലല്ലോ ഗസയിലും റഫയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് നിരപരാധികൾ വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഒരു സാഹചര്യവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ചരിത്രം എവിടെയും അവസാനിക്കുന്നില്ല. ചരിത്രം അങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രം അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രം അവസാനിക്കുന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അലി റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, സിഫീൻ യുദ്ധത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, യുദ്ധക്കളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കർബല പിന്നീടാണ് നടന്നത്.
കർബലയിലേക്ക് അലി റളിയല്ലാഹു അൻഹു എങ്ങനെ ദീർഘനേരം നോക്കി നിൽക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അറബ്തഹാ ഇബ്നു അബ്ബാസ് ലബകൈത ബുകാഇ. ഇബ്നു അബ്ബാസ്, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം താങ്കൾക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കരയുന്നത് പോലെ നിങ്ങളും കരയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് പ്രവഹിക്കുകയാണ്. കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമെന്ന് ഒരുപക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞത് കൊണ്ടാവാം ഇങ്ങനെ അലി റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞിരുന്നത്. അല്ലാഹു അഅലം. സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഉമ്മത്തിന്റെ അഭ്യന്തരമായ വിഷയങ്ങൾ, അഭ്യന്തരമായ സ്പർദ്ധകൾ, ഭിന്നിപ്പുകൾ, എന്തിനാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിലെന്ത് കാര്യം? അതൊരു ചോദ്യമാണ്. പക്ഷെ അങ്ങനെയല്ല. കർബല കൃത്യമായ മുന്നറിയിപ്പുകളും പാഠങ്ങളും അത് വർത്തമാനകാല മുസ്ലിം സമൂഹത്തിനും ഇനി വരാൻ പോകുന്ന വിശ്വാസി സമൂഹങ്ങൾക്കുമെല്ലാം നൽകുന്നുണ്ട്. കൃത്യമായ പാഠങ്ങളുണ്ട്, കൃത്യമായ സന്ദേശങ്ങളുണ്ട്. കർബലയിൽ ഏത് പദവിയിലെത്തിപ്പെട്ടാലും മനുഷ്യൻ വിനയാന്വിതനായിരിക്കണം. അധികാരത്തിന്റെ ഗർവ് നിങ്ങളുടെ തലക്ക് കയറിയാൽ യസീദിനെ പോലെ ചരിത്രം നിങ്ങളെയും വലിയ അക്രമി എന്ന് വിശേഷിപ്പിക്കും. ഒരു വേള ചിന്തിക്കണം. എന്തിനാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്? ആ പുറപ്പാടിലും ഒരു ന്യായമുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് മാത്രമല്ല, ചരിത്രത്തിന് മുഴുവൻ എന്ന് മാത്രമല്ല, ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൽ ചില പാഠങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. എന്തിനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്? അധികാരത്തോടുള്ള മോഹം കൊണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ വളർന്ന ഒരു കുഞ്ഞിന് അധികാരത്തോട്, പാർലമെന്ററി രാഷ്ട്രീയത്തോട് വ്യാമോഹമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മറിച്ച് സാമൂഹിക വ്യവസ്ഥിതിയുടെ ജനാധിപത്യ മുഖം ചിലർ പൊളിച്ചെഴുതിയ ഘട്ടത്തിൽ ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ, നബുവത്തിന്റെ മാതൃകയിലുള്ള ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. വെറുതെ പുറപ്പെട്ടതായിരുന്നില്ല. ഇസ്ലാമിക സാമൂഹിക വ്യവസ്ഥിതിയെ ആളുകൾ പൊളിച്ചെഴുതിയിരിക്കുന്ന യസീദിന്റെ നേതൃത്വത്തിൽ അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. അതിനുവേണ്ടി തന്റെ രക്തം നൽകിക്കൊണ്ട് ചരിത്രത്തിൽ തന്റെ ദൗത്യം അടയാളപ്പെടുത്തുകയായിരുന്നു മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. നമ്മളൊന്ന് മറുവശം ചിന്തിക്കുക. ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പുറപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നാളത്തെ ചരിത്ര വിദ്യാർത്ഥി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്ലാമിക സമൂഹത്തിനിടയിൽ എത്രമാത്രം വലിയ അരാജകത്വം വ്യാപകമായിട്ടും എത്രമാത്രം വലിയ ഏകാധിപത്യ പ്രവണതകൾ ഉടലെടുത്തിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് നിഷ്ക്രിയനായി, നിശബ്ദനായി, എന്തുകൊണ്ട് മൗനിയായി ഹുസൈൻ? ആ ചോദ്യത്തിന്റെ മുനയൊടിക്കുന്നതായിരുന്നു മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ പുറപ്പാടെന്ന് പറയുന്നത്. ഒരു പുതിയ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കുകയായിരുന്നില്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. മറിച്ച് മുസ്ലിം സാമൂഹിക ഘടനയിലേക്ക് കടന്നുകൂടിയ വലിയൊരു രാഷ്ട്രീയ ബിദ്അത്ത് ഉണ്ടായിരുന്നു. വലിയൊരു രാഷ്ട്രീയ ബിദ്അത്ത്. ഒരുപക്ഷേ പല ആളുകൾക്കും ദഹിക്കാത്ത ഒരു പ്രയോഗമാണ് രാഷ്ട്രീയ ബിദ്അത്ത് എന്ന് പറയുന്ന പ്രയോഗം. കാരണം രാഷ്ട്രീയത്തിൽ ബിദ്അത്ത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു ബിദ്അത്ത് ഉടലെടുത്തു. ആ ബിദ്അത്തിനെയാണ് ചോദ്യം ചെയ്തത്. രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ഉടലെടുത്ത ബിദ്അത്ത് എന്ന് പറയുന്നത് രാജവാഴ്ചയായിരുന്നു. ആ രാജവാഴ്ചയെ ചോദ്യം ചെയ്യാൻ, ആ രാജവാഴ്ച ശരിയല്ലെന്ന് പറയാൻ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ലെന്ന് അന്നേ പ്രഖ്യാപിച്ചു പ്രവാചക പൗത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഏത് രീതിയിലാണ് രാജവാഴ്ചയിലേക്ക് വഴിമാറിപ്പോയത്? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. മുആവിയ അധികാരം ഏറ്റെടുത്ത ഉടനെ അസ്സലാമു അലൈക യാ അയ്യുഹൽ മലിക്, രാജാവേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ അയ്യുഹൽ മലിക്, യാ അമീറൽ മുഅ്മിനീൻ എന്നല്ല പ്രയോഗിക്കുന്ന, യാ അയ്യുഹൽ മലിക്. ആരാ പ്രയോഗിക്കുന്നത്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താണ് എന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്, എന്നെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് എന്തുകൊണ്ടാണ്
ജനഹിതപ്രകാരമല്ല താങ്കൾ അധികാരത്തിലേക്ക് വന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നത് ജനഹിതപ്രകാരമായിരുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നത് മുഴുവൻ ജനങ്ങളും ബൈഅത്ത് ചെയ്തതിനു ശേഷമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ മുന്നോടിയായി ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 6 അംഗ കൂടിയാലോചനാ സമിതി ഉണ്ടാക്കി. മുസ്ലിങ്ങൾക്ക് വിസ്തൃതിയും വിശാലതയും ഉണ്ടാവുമ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ബൈഅത്ത് സാധ്യമാവണം എന്നില്ല. അതുകൊണ്ട് പ്രഗത്ഭരായ 6 പേരുടെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന 6 പേരുടെ കൂടിയാലോചനാ സമിതി ഉണ്ടാക്കി. അതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടി ഉണ്ടായിരുന്നു. സ്വഹാബത്ത് കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാറ്റിനും യോഗ്യനാണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്റെ പുത്രൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറുമായിട്ട് കൂടിയാലോചിക്കണം. ആര് ഖലീഫയാകണം എന്ന കാര്യത്തിൽ കൂടിയാലോചിക്കണം. പക്ഷേ അബ്ദുള്ളയെ നിങ്ങൾ അധികാരിയാക്കാൻ പറ്റൂല. അബ്ദുള്ള നിങ്ങൾ ഖലീഫയാക്കരുത്. ഖത്താബിന്റെ കുടുംബത്തിന് ഖിലാഫത്ത് ഒരു നേട്ടമാണെങ്കിൽ ആ നേട്ടം ഇതിനകം ലഭിച്ചിരിക്കുന്നു. ഇനി ഭാരമായിരുന്നുവെങ്കിൽ ആ ഭാരം ഖത്താബിന്റെ കുടുംബത്തിൽ ഇനി ഒരാൾ കൂടി വഹിക്കേണ്ടതില്ല. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് അധികാരം ഏൽപ്പിക്കണ്ട. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അടക്കമുള്ള 6 പേരോട് കൂടിയാലോചന നടത്തിക്കൊണ്ട് ഒരാളെ ഖലീഫയായിട്ട് നിശ്ചയിക്കണം. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മുസ്ലിം ലോകത്തിലെ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടിയാണ് ഖലീഫമാരെല്ലാം അധികാരത്തിലേക്ക് വന്നതെങ്കിൽ മുആവിയയുടെ അധികാരാരോഹണത്തോടു കൂടി അതിന്റെ സ്വഭാവം മാറി എന്നുള്ളതാണ്. അതിന്റെ സ്വഭാവം മാറി. ഖലീഫമാരുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു സുതാര്യതയും ആ ഒരു ജനാധിപത്യവും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ പറയാണ്, അത്തിയുനി, നിങ്ങൾ എന്നെ അനുസരിക്കണം, നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ സ്വഹാബിമാരിൽ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറയാണ്, സമ്മതമില്ല, സൗകര്യമില്ല, താങ്കളെ അനുസരിക്കാൻ സൗകര്യമില്ല എന്ന് ഖലീഫയുടെ മുഖത്ത് നോക്കി ഒരാൾ പറയാ. എന്താ കാരണം? അമീറുൽ മുഅ്മിനീൻ വിശദീകരണം ചോദിച്ചു. അപ്പോഴാണ് അമീറുൽ മുഅ്മിനീനോട് വിശദീകരണം പറയുന്ന അമീറുൽ മുഅ്മിനീൻ, ബൈത്തുൽ മാലിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, വിശ്വാസികൾക്ക് എല്ലാവർക്കും താങ്കൾ വസ്ത്രം വിഹിതമായി നൽകിയിരുന്നു, വസ്ത്രം തുന്നാനുള്ള ശീല വിഹിതമായി നൽകിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുപ്പായത്തിന് വിഹിതമായി നൽകിയത് കൊണ്ട് ഞങ്ങൾ കുപ്പായം തുന്നിയപ്പോ ഞങ്ങൾക്ക് ചെറിയ കുപ്പായങ്ങളെ തുന്നാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ നിങ്ങളിതാ ഒരു നീളൻ കുപ്പായം ഇട്ടിരിക്കുന്നു. ഈ നീളൻ കുപ്പായം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? അതിനുള്ള സംഖ്യ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? അമീറുൽ മുഅ്മിനീൻ അതറിയണം. അതിനുശേഷം മതി അനുസരണമൊക്കെ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് പറയാൻ പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വ്യക്തത വരുത്തി, ഞാൻ എനിക്ക് കിട്ടിയ കുപ്പായം അതുകൂടി പിതാവിന് വാപ്പാക്ക് നൽകി. അങ്ങനെ വാപ്പ അതുകൊണ്ട് നീളം കുപ്പായം തുന്നിയതാണ്. അതല്ലാതെ വാപ്പ നമ്മൾക്ക് കിട്ടിയതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾക്ക് കിട്ടിയതേ വാപ്പാക്കും കിട്ടിയിട്ടുള്ളൂ, അമീറുൽ മുഅ്മിനീനും കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയതിന്റെ വിഹിതം വാപ്പാക്ക് നൽകിയപ്പോ വാപ്പ അതുകൊണ്ട് നീളൻ കുപ്പായം തുന്നിയതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ പൊതു ഖജനാവിന്റെ സുതാര്യത എന്ന് പറയുന്നത് ബൈത്തുൽ മാലിന്റെ സുതാര്യത ഇപ്രകാരമായിരുന്നു. മഹാനായ പ്രവാചക പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അറിയാതെ ബൈത്തുൽ മാലിൽ നിന്ന് വീണുപോയ കാരക്ക എടുത്ത് വായിലിടുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കൈ ഹസന്റെ വായിലിട്ടുകൊണ്ട് ഛർദ്ദിപ്പിക്കുന്നുണ്ട്. കാഹ് കാഹ് അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ. ഹസൻ ഛർദിക്കുക, നിനക്കറിയില്ലേ നമ്മൾ ദാനധർമ്മം ഭക്ഷിക്കുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു വായിൽ കൈയിട്ടുകൊണ്ട് ഛർദിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം സാമ്പത്തിക സുതാര്യതയുടെ പ്രതീകമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ പൊതുഖജനാവ് എന്ന് പറയുന്നത്. ആ പൊതുഖജനാവ് യസീദിന്റെ സ്തുതിപാഠകർക്കും റാൻമൂളികൾക്കും രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കാനും ഹരിത കൊട്ടാരങ്ങൾ പണിയാനും ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അതാണ് സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്. അംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചിച്ചാണ് തീരുമാനിക്കേണ്ടത്. ഖുർആന്റെ കൽപ്പനയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഓരോ കാര്യങ്ങളും കൂടിയാലോചിച്ചാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ കുടുംബഘടന മുതൽ നമ്മുടെ രാഷ്ട്രഘടന വരെയുള്ള മുഴുവൻ സംവിധാനങ്ങളിലും ഈ കൂടിയാലോചന വേണം. അതാണ് ഇസ്ലാമിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മഹാന്മാരായ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ആ സ്വഹാബിമാരോടൊന്നും കൂടിയാലോചിക്കാതെ
തീരുമാനങ്ങൾ എടുക്കുകയും ഏകാധിപത്യപരമായി സ്വേച്ഛാധിപത്യപരമായി ഹജ്ജാജ് ബിൻ യൂസുഫിനെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്ക് ആളുകളെ കീഴ്പ്പെടുത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഹജ്ജാജ് ബിൻ യൂസുഫ് കൂഫയിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തിയ പ്രകോപനപരമായ നിരവധി പ്രസംഗങ്ങളുണ്ട്. സ്വേച്ഛാധിപത്യപരമായ യസീദിന്റെ തീരുമാനങ്ങൾക്ക് ആളുകളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ അനുസരിക്കണം, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട. അയ്യുഹന്നാസ് എന്നീല അറാറു ഊസൻ ഖദ് ഐനഅത്, ഭാഗമായ ചില തലകളെ ഞാൻ കാണുന്നു മനുഷ്യരെ. ഹജ്ജാജ് ബിൻ യൂസുഫ് ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ്, പാകമായ ചില തലകളെ ഞാൻ കാണുന്നു. വഹാന കിതാബുഹാ വഇന്നീ ലസാഹിബുഹാ, അത് പറിച്ചെടുക്കാൻ അടുത്തിരിക്കുന്നു, ഞാനത് പറിച്ചെടുക്കും. കേൾക്കുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിലെല്ലാം അറുവഷളായൊരവസ്ഥയിലേക്ക് ഭരണ സംവിധാനം വ്യതിചലിച്ചു പോയപ്പോ പ്രവാചക പൗത്രന്റെ മുമ്പിൽ 3 വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇത് റസൂലുള്ളാഹിയുടെ പൗത്രനാണ്, അതുകൊണ്ട് അധികാരത്തിന്റെ ഏത് പദവികൾ ചോദിച്ചാലും, ഏത് വലിയ പ്രദേശത്തിന്റെ ഗവർണർ പദവി ചോദിച്ചാലും ഗവർണർ പദവി കൊടുക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഗവർണർ പദവി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടുക, അതായിരുന്നു ഒരു വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിന്നുകൊണ്ട് അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. അധികാരവും രാഷ്ട്രീയവും അതതിന്റെ വഴിക്ക് പോട്ടെ എന്ന് കരുതി തീർത്തും അരാഷ്ട്രീയമായ വിരക്തിയുടേതായിട്ടുള്ള ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം ഇസ്ലാമിന്റെ ബേസിൽ ഒരാൾക്ക് നയിക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു വഴിയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ഇസ്ലാമിന്റെ വഴികളല്ല. എന്നാൽ ഈ വഴികളൊന്നും ശരിയല്ലെന്നും മേൽപ്പറഞ്ഞ ഇസ്ലാമിൻ്റെതല്ലാത്ത വഴികളായി നമ്മൾ പറഞ്ഞ ഈ മാർഗങ്ങളുണ്ടല്ലോ, അത് ശരിയല്ലെന്നും അധർമ്മത്തിന്റെ മുമ്പിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി എഴുന്നേറ്റ് നിൽക്കുക എന്നത് തന്റെ ചരിത്രപരമായ ദൗത്യമാണെന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ഇൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ രാജാവിന്റെ അടുക്കൽ നീതിയുടെ വാക്ക് പറയലാണ് ധർമ്മസമരത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായതെന്നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ വല്ലുപ്പയിൽ നിന്ന് പഠിച്ച പാഠം എന്ന് പറയുന്നത്. ആ പാഠം അന്വർത്ഥമാക്കുന്ന ജീവിതം, അതല്ലെങ്കിൽ മരണമായിരിക്കണം തന്റേതെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കർബലയിലേക്കുള്ള ഹുസൈൻ റളിയല്ലാഹുവിന്റെ പുറപ്പാടെന്ന് പറയുന്നത്. സത്യവും നീതിയും ഗളച്ഛേദം ചെയ്യപ്പെടുമ്പോ മൗനം പാലിക്കുന്നവൻ ഊമയായ പിശാചാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലേക്ക് പ്രയാണം ചെയ്തതും കർബലയിൽ അതിദയനീയമായ ക്രൂരമായ രക്തസാക്ഷിത്വത്തിന് വിധേയമായതും. എന്തിനാ കർബല എല്ലാ വർഷവും അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു, മുഹറം മാസത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കർബലയെ അനുസ്മരിക്കാതെ പോയാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു അനീതിയോ അതല്ലെങ്കിൽ ചരിത്രത്തോടുള്ള സമീപനത്തിലുള്ള അപൂർണതയോ ആയിരിക്കും എന്നുള്ളതാണ്. കർബലയ്ക്ക് മതപരമായിട്ട് പ്രാധാന്യമൊന്നുമില്ല. കർബലയുടെ പ്രാധാന്യം ചരിത്രപരം തന്നെയാണ്. മതപരമായിട്ട് പ്രാധാന്യമുള്ള സംഗതി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അതോടുകൂടി അത് തീർന്നു. കർബല എന്ന് പറയുന്ന പിന്നീട് സംഭവിച്ച കാര്യമാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്നും പാഠങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്, ഇസ്ലാമിക സമാജത്തിനുണ്ട്, മർദ്ദിത സമൂഹങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ ഫാസിസത്തിനും സൈനിസത്തിനും വർഗീയതയ്ക്കും അഴിമതിക്കും ധൂർത്തിനും മുതലാളിത്തത്തിനും ഉപഭോഗ സംസ്കാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പൗരോഹിത്യ ചൂഷണങ്ങൾക്കുമെതിരെ പോരാടാനുള്ള വിശ്വാസി സമൂഹത്തിന്റെ മർദ്ദിത സമൂഹങ്ങളുടെ പ്രചോദനമാണ് കർബല എന്ന് പറയുന്നത്. അതാണ് കർബലയുടെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. തിന്മയുടെ മുമ്പിൽ മൗനികളാവാൻ പാടില്ല. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിന്മ കണ്ടാൽ ശക്തി കൊണ്ട് അധികാരം കൊണ്ട് തടയണം. അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണം. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പാഠം എന്ന് പറയുന്നത്. തിന്മക്കെതിരെ പോരാടുമ്പോൾ പോരാളി ദയനീയമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടും. എപ്പോഴും ഭൗതികമായ അർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാവുന്ന അവസ്ഥയുണ്ടാവില്ല. എല്ലാ പോരാട്ടങ്ങളും വിജയിക്കുമെന്ന വ്യാമോഹം നമുക്ക് വേണ്ട. ചില പോരാട്ടങ്ങളെല്ലാം ഭൗതികമായ അർത്ഥത്തിൽ അത് വിജയിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതും ഏതോ അർത്ഥത്തിൽ വിജയിക്കുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരാജയമില്ല.
ദുർബലമായ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ദയനീയമായ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നാം. പക്ഷേ ആത്യന്തികമായ പരാജയമല്ല, അത് വിജയത്തിലേക്കുള്ള ഒരു ചുവടുപടി മാത്രമാണ്. വിജയം വരാനിരിക്കുന്നതേയുള്ളൂ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. രണ്ട് നന്മകളിൽ ഒന്ന്, അതാണ് വിശ്വാസികളുടെ നിലപാടെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എന്നും കർബല പ്രചോദനമായി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ അവിടെയാണ് ഗസയിലും റഫയിലും ഒക്കെ അതിദാരുണമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന്, മർദ്ദിത സമൂഹത്തിന് ആശ്വാസം നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് സമൂഹത്തിൽ നേരത്തെയും പല ആളുകളും കഴിഞ്ഞുപോയിട്ടുണ്ട്. തീർച്ചയായും ചരിത്രം അത് ആവർത്തിക്കുക മാത്രമാണ് വർത്തമാനത്തിൽ എന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതാണ് കർബലയിലെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. അതല്ലാതെ കർബല നടന്ന ആ മാസത്തെ, മുഹറം മാസത്തെ ദുശഗുണമായി കണ്ട് ആ മാസത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ചില ആളുകളിൽ നിന്ന് കേൾക്കാം. ഒരിക്കലും ശരിയല്ല. ലാ ശുഅമ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ദുശഗുണ വിശ്വാസമേ ഇല്ല. ലാ തസുബ്ബുദ്ദഹർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കാനേ പാടില്ല, കാലത്തെ നിങ്ങൾ കുറ്റം പറയാനേ പാടില്ല. നഈബു സമാനിനാ വൽ ഐബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മൾ നമ്മുടെ കാലത്തെ ആക്ഷേപിക്കുന്നു, ആ കാലം ശരിയായില്ല, സമയം ശരിയായില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞേക്കരുത്. വൽ ഐബു ഫീനാ, കുറവുകൾ നമുക്കാണ്, നമ്മുടെ കുറവുകൾ നമ്മൾ പരിഹരിക്കുകയാണ് വേണ്ടത്. വമാ ലി സമാനിനാ ഐബുൻ സിവാനാ, നമ്മുടെ കാലത്തിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ട് കാലത്തെ ആക്ഷേപിക്കാനോ ദുശഗുണമായി കാണാനോ ഒന്നും ഒരു ന്യായമില്ല. അതൊന്നുമല്ല കർബലയുടെ പാഠം എന്ന് പറയുന്നത്. അട്ടഹസിക്കലും വാവിട്ട് കരയലും പുലിവേഷം കെട്ടലും ശരീരം കുത്തി പരിക്കേൽപ്പിക്കലുമെല്ലാം ഒരു വിഭാഗത്തിന്റെ തെറ്റായിട്ടുള്ള ധാരണകളാണ്, തെറ്റായിട്ടുള്ള ചെയ്തികളാണ്. അതിലൊന്നും നമുക്ക് പാഠങ്ങളില്ല. മറിച്ച് സാമൂഹിക സംവിധാനങ്ങളിൽ തെറ്റായ പ്രവണതകൾ കാണുമ്പോ, അധികാര ദുർവിനിയോഗം കാണുമ്പോ മൗനികളാവരുതെന്ന ഒരേ ഒരു പാഠമാണ് കർബലയിലുള്ളത്. ഒരേ ഒരു പാഠമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിലുള്ളത്. രാജ്യത്തിന്റെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുമ്പോ, മതന്യൂനപക്ഷങ്ങൾ അതിദയനീയമായി വേട്ടയാടപ്പെടുമ്പോ ക്രിയാത്മക പ്രതിപക്ഷമായി മുന്നോട്ട് പോവുക എന്നതാണ് സമകാലിക ഇന്ത്യയിൽ കർബലയുടെ ഏറ്റവും വലിയ സന്ദേശം. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും
മരണങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് തആല മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അള്ളാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുതിർന്ന നമ്മുടെ സഹോദരങ്ങൾ, വയസ്സായ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി റബ്ബ് തആല പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ കുടുംബാംഗങ്ങളെയും, നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ നാഥ. അള്ളാഹുവേ, ഗസയിലെ, റഫയിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, അള്ളാഹുവേ, പാവപ്പെട്ട കുഞ്ഞുമക്കളെ, സ്ത്രീകളെ, ദുർബലരായ മനുഷ്യരെ പടച്ചവനെ സഹായിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെ ഇനിയും കൈവെടിയല്ല റബ്ബേ. അള്ളാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നൽകി നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.